നിനക്ക് 21 വയസ്സ്, അവക്ക് 30 വയസ്സ്, 9 വയസ്സിൻ്റെ വ്യത്യാസം. ഒരു രീതിയിലും അങ്ങോട്ട് മാറ്റാവുന്നില്ല. അല്ല, നിൻ്റെ ഉദ്ദേശത്തിൽ ഞങ്ങളെന്തോ ഇപ്പോൾ ചെയ്യണ്ടേ? അവിടെ എങ്ങനെയാലും അച്ഛനും അമ്മയും ഒന്നും ഇവിടെ കൊണ്ടുവരണം. എടാ, നീ ഇനി വിളിച്ചു കഴിഞ്ഞാൽ മാമനും മാമി ഇങ്ങോട്ട് വരുമോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എടാ, അമ്മയില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലടാ. അമ്മ പോയിട്ട് 2 ദിവസമായി. അവളാണെങ്കിൽ കൂടെ കിടത്തൊന്നുമില്ല. സപ്ലി എല്ലാം എഴുതി പാസ്സാവാതെ കൂടെ കിടത്തത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. 2 ദിവസമായിട്ട് പ്രത്യേകിച്ച് ഇല്ല. പിന്നെ 2 ദിവസം. എടാ, എനിക്ക് അവളെ കാണുമ്പോൾ ഭാര്യയായിട്ടൊന്നും തോന്നുന്നില്ല. ചേച്ചിയായിട്ടും അമ്മയായിട്ടും ടീച്ചറായിട്ടും ഒക്കെ എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്തോടെ ചെയ്യുന്നത്? നിങ്ങൾ അച്ഛനും അമ്മയും വിളിച്ച് വരുത്തുന്നത് ടേംസ് ആക്കിത്താ. ടേംസ് ആക്കി കഴിഞ്ഞാൽ കല്യാണം കഴിക്കാമല്ലോ. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ താലി വേണം നമുക്ക് ഭർത്താവ് എന്നുള്ളൊരു ഇത് വരുമ്പോൾ നമ്മുടെ വരച്ച വരെ നിർത്താം. ഇത് എടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം എന്തായാലും നിനക്ക് 21 വയസ്സായിട്ടുള്ളൂ. അതെ, കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തായാലും പ്രായം കയറുമല്ലോ. നീ പഠിച്ചൊരു ജോലിയൊക്കെ മേടിച്ച് കഴിയുമ്പോൾ നിന്റെ വീട്ടുകാർ തന്നെ ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ച് നിനക്ക് തരും. നീ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കുക, ഇത് വേണോ? അത് പറ്റത്തില്ല. എടാ, ഞങ്ങൾ മേഡ് ഫോർ ഈച്ച് അതറാ. മേഡ് ഫോർ ഈച്ച് അതറാന്ന് എന്ന് വെച്ചാൽ എന്തുകൂടാ തെളിച്ചെന്ന് പറഞ്ഞു. എനിക്ക് ഡയറി മിൽക്കിന്റെ ഫ്രൂട്ട്സ് ആൻഡ് ഇഷ്ടമാണോ? അവൾക്കത് ഇഷ്ടം. മേഡ് ഫോർ ഈച്ച് അതർ. എന്റെ ശത്രു 21 വയസ്സുള്ള നീ ഈ 30 വയസ്സുള്ള ചേച്ചിയമ്മ എങ്ങനെയാടാ വളച്ചെടുത്തത്? എടാ, ഞാൻ ഓട്ടോ വെച്ചുള്ള കാര്യം നിങ്ങളടുത്ത് താഴെ വെച്ച് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് 1-2 വട്ടം അവളെ ഓട്ടോ വെച്ച് കണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടം സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ അവിടുത്തെ അങ്ങോട്ട് ചെന്ന് പറയാൻ പോയി. അവൾ പറയാൻ എനിക്ക് മെച്യൂരിറ്റി ഇല്ല, കൊച്ചു പയ്യനാ, ശരിയാവത്തില്ലെന്നൊക്കെ. എനിക്ക് വിഷമമായി. ഞാനത് വിട്ട് എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ട്. ഞാൻ കുറേ നാളുകൾ വെച്ച് ഞാൻ ബാംഗ്ലൂർ ടൗണിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പം അവിടെ ആരുടെയോ കയ്യിൽ നിന്ന് വീണ ഒരു പാല് കിടക്കുന്നു. ഞാനത് ശ്രദ്ധിച്ചായത്. ഞാൻ കയറി അങ്ങ് ചവിട്ടി ഈ പുല്ലുള്ള പൊട്ടി എൻ്റെ കാലേ വീണു. ഞാൻ തട്ടിക്കുടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു പട്ടി അവിടെങ്ങാണ്ട് കിടന്ന ഒരു പട്ടി വന്ന് ആ പാല് കുടിച്ച് ആ പെണ്ണ് അവിടെ വന്നത് കണ്ടൊരു ഓടിക്കൊണ്ട് വന്നിട്ട് ഇംഗ്ലീഷ് 3 ഡയലോഗ്. എന്തോ പറഞ്ഞ ഇംഗ്ലീഷിൽ? ടെൻഷൻ. പറ. ടെൻഷൻ കാണിക്കാൻ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞു. എന്തോ പറഞ്ഞോളൂ. You are a very good person. I admire you. Keep it up. ഇതാ പറഞ്ഞേ. ഞാനിത് എൻ്റെ കൂട്ടുകാരടുത്ത് പറഞ്ഞു. അമ്മ പറയാടാ, അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമോ, നീ കീപ്പായിട്ട് വെച്ചോളെ. ഞാൻ പറഞ്ഞു കീപ്പായിട്ടൊന്നും പറ്റത്തില്ല, കല്യാണം കഴിച്ചാൽ അന്തസ്സായിട്ട് കൊണ്ടു നടക്കും. അങ്ങനെ അവിടെ കൊണ്ടുവന്നത്. ഇനി എൻ്റെ ഹരേ കിണ്ണ, നിങ്ങൾ വേണം ഇതെങ്ങനെ ടൈം ചെയ്ത്. എനിക്ക് ഇവൻ പറഞ്ഞതിൽ ഒരു വിശ്വാസതയില്ല. എനിക്കും അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. നീ വന്നേ, നമുക്ക് ആ പെങ്കൊച്ചിനോട് ചോദിക്കാം. ഹലോ ഗായ്സ്, ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഗ്ലോബൽ ഗെയിമിംഗ് ആപ്പായ പരി മാച്ച്. ഇതിൽ മില്യൺസ് ഓഫ് പ്ലേയേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് സെലിബ്രിറ്റീസ്. ഈ ആപ്പിൽ 5000 പരം ഫസ്റ്റ് ക്ലാസ് ഗെയിംസുകളുണ്ട്. ഏവിയേറ്റർ, ജെറ്റ് എക്സ്, ക്രിക്കറ്റ് എക്സ്, ദ ഫ്രൂട്ട്സ്, അന്തർബാഗ് ഇതുപോലുള്ളവ. പരി മാച്ചിൽ ഒരുപാട് പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ ഇത് സേഫ് ആൻഡ് സെക്യൂർ കൂടിയാണ്. മാത്രമല്ല ഇതിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇതിൽ ബെസ്റ്റ് VIP ഓഫേഴ്സും ലഭ്യമാണ്. താഴെ കാണുന്ന ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഈ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ സ്പെഷ്യൽ പ്രൊമോ കോഡും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പൈസ വെച്ചിട്ടുള്ള കളിയാണ്, സൂക്ഷിച്ച് കളിക്കുക. കിണ്ണ നീ സംസാരിക്കുക. കിണ്ണ നീ സംസാരിക്കുക. പറയുന്നത് ആര് സംസാരിക്കുക? ഞാൻ സംസാരിച്ചപ്പോൾ കൺട്രോൾ പോകും. ബൈ ദ വേ പൂജ, നമ്മളിതുവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചില്ല. വന്നിട്ട് കുറേ നേരമായി. കുട്ടിയോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, കാര്യത്തിൻ്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടിയോട് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങൾ ബൈ ദ വേ അറിയാമല്ലോ, ഞാൻ ഹരേ, ഇത് കൃഷ്ണൻ. കിണ്ണന്നല്ലേടാ? കിണ്ണന്നല്ലേ? കിണ്ണൻ. അപ്പോൾ കുട്ടി, ഞങ്ങൾ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഇത് വളരെ ഒരുപാട് ആൾക്കാർ വളർന്ന വലിയ ഫേമസ് ഒരു തറവാടാണിത്. കുറ്റിക്കാട് തറവാടെന്ന് പറയും. അപ്പം ഈ വീട്ടിലൊരു പ്രശ്നം വന്നാൽ അത് ഞങ്ങളുടെയും കൂടെ പ്രശ്നമാണ്. അതെ അല്ലേ കിണ്ണ? അപ്പം ഞാനൊരു കുട്ടിയോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. 21 വയസ്സുള്ള അവനെ 30 വയസ്സുള്ള പൂജ എന്ന് പറയുന്ന താങ്കൾ പ്രണയിച്ചു. അതിൽ ഞങ്ങൾക്കൊരു വല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കാതിരിക്കുക. ഞങ്ങളൊരു കാര്യം കുട്ടിയോട് ചോദിക്കുകയാണ്. കുട്ടിക്ക് വീട്ടിൽ പോകുന്നതിനോട് കുട്ടിയുടെ അഭിപ്രായം എന്താ? അതെ,
ഓക്കെ ഓക്കെ പൂജ ഓക്കെ. കുട്ടിക്ക് വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ. അപ്പം അച്ഛനെയും അമ്മയും ഒന്ന് കാണാൻ പോകുന്നതിനോട് കുട്ടിയുടെ അഭിപ്രായം എന്താ? ഒന്ന് കണ്ടോ കാണണ്ട കുഴപ്പമില്ല കുട്ടി കുഴപ്പമില്ല, എവിടെ നിന്നോളൂ. അല്ല അതിപ്പം പൂജ മോളെ എന്ന് വിളിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊക്കെ ഏകദേശം ഒരേ പ്രായക്കാരാണ് ചാൻസ് ഉള്ളൂ. ചിലപ്പോൾ 1-2 വയസ്സിന് മൂപ്പായിരിക്കും. എന്നാലും പോട്ടെ പൂജ, എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് അടുത്തത്? നിങ്ങളുടെ ആ ഒരു പ്രണയകഥ ഒന്ന് പറയാമോ? പ്രണയകഥ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ബസ് നോക്കുന്ന ബസ് കിട്ടാത്ത ഒരു ഓട്ടോയിൽ കയറിയുന്ന ഒരു ഒറ്റ തെറ്റ് ഞാൻ ചെയ്തുള്ളൂ. എൻ്റെ കഷ്ടകാലത്തിന് ആ ഓട്ടോയിൽ ഈ മീശ മുളയ്ക്കാത്ത പയ്യനും കയറി. അന്ന് 1-2 തവണ മലയാളി അല്ലേ എന്ന് വെച്ച് ഞങ്ങൾ സംസാരിച്ചു. ഞാൻ ഒത്തിരി നാളുകൊണ്ട് മലയാളികളെ കാണുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ചെറുക്കൻ മുന്നിൽ വന്ന് നിൽക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവനെ വാല് പൊക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവൻ എന്തോ പരിപാടിയെന്ന്. ഇവൻ എൻ്റെ അടുത്ത് പറയുക എനിക്കിഷ്ടമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ നീ അങ്ങനെയൊന്നും ചെയ്യരുത്, നിനക്ക് മെച്യൂരിറ്റി ഇല്ല, നിനക്ക് മീശ കുരുത്ത് വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ഇവൻ വലിയവായി കരഞ്ഞുകൊണ്ട് പോയി, എനിക്ക് എൻ്റെ അമ്മയെ കാണണേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അങ്ങ് പോവുക അവന്. എൻ്റെ പൊന്നെ ഞാനങ്ങ് നാണം കെട്ട്. പിറ്റേ ദിവസവും വന്ന് ചിരിച്ചുകൊണ്ട് അങ്ങ് നിൽക്കുക. പിന്നെ ഞാൻ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അവോയ്ഡ് ചെയ്ത് പോയി. ഒരു ദിവസം ഞാൻ നിന്നപ്പം ഇവൻ ഏതോ പട്ടിക്ക് പാല് കൊടുക്കുന്നു അവിടെ നിന്ന്. അവൻ തിരിഞ്ഞ പുറകെ ആ പട്ടി അവനെ നോക്കി മുരളുന്നു. അയ്യോ ഈ ചെറുക്കൻ കൊച്ചു പയ്യനാണല്ലോ, മീശ മുളയ്ക്കുന്നേ ഉള്ളല്ലോ, മെച്യൂരിറ്റി ഇല്ലല്ലോ, പേടിച്ചാലെന്ന് പറഞ്ഞാൽ തോള് തട്ടിയിട്ട് പറഞ്ഞു, മോനെ യു ആർ എ ഗുഡ് പേഴ്സൺ, ഐ അഡ്മയർ യു, കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞു. പ്രോത്സാഹനം, അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവനെ പേടിപ്പിക്കണല്ലോ. പട്ടി കടിച്ചു കഴിഞ്ഞാൽ ചെറുക്കൻ പേടിക്കത്തില്ലേ? ഞാൻ പരിചയമുള്ള പയ്യനാണേ. പിറ്റേ ദിവസം തൊട്ട് ഈ ചെറുക്കൻ ഒരു ഗിറ്റാറും പിടിച്ചുകൊണ്ട് വാരായോ മൊണാലിസ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നിടത്ത്, എൻ്റെ ഓഫീസിൽ, എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്ത്, ഞാൻ പാർട്ടിക്ക് പോകുമ്പോൾ, ഞാൻ പബ്ബിൽ പോകുമ്പോൾ, ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ എന്ന് വേണ്ട എനിക്ക് ബാത്റൂമിൽ പോലും പോകാൻ പറ്റത്തില്ല. അതുപോലെ എന്നെ ശല്യം ചെയ്യുക. ഒരു ദിവസം എന്നെ എൻ്റെ അടുത്ത് പറയുക, എനിക്കതെൻ്റെ പുറകെ നടക്കാനല്ല ഒപ്പം നടക്കാനാണ് ഇഷ്ടമെന്ന്. പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയുക അവനും എനിക്ക് ഡയറി മിൽക്കിൻ്റെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സാണ് ഇഷ്ടമെന്ന്. ഏതെങ്കിലും ബോധമുള്ളവർ കാണിക്കുന്ന പരിപാടിയാണോ? എല്ലാം പോട്ടെ, ഞങ്ങളുടെ ഹോസ്റ്റൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. ആ സ്ട്രിക്റ്റ് ഹോസ്റ്റലിൽ ഇവൻ ഒരു ദിവസം ഏണി വെച്ച് കയറി വരുമോ, ബാഗും എല്ലാം കൂടെ എടുത്തോണ്ട് എന്നിട്ട് പറയും എനിക്ക് ഒപ്പം നടക്കണമെന്ന്, ഇനിയും തൊട്ട് നമ്മൾ രണ്ടും ഒരുമിച്ച് താമസിച്ചാൽ മതിയെന്ന്. പൊക്കി കയ്യോടെ വാർഡൻ പൊക്കി. അവരുടെ വിചാരം ഞങ്ങൾ തമ്മിൽ പ്രേമമാണ്. ഇത് കൂട്ടുകാരറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു. എനിക്ക് വയ്യ. ബാംഗ്ലൂർ പഞ്ചായത്ത് നല്ല ഇന്ത്യ മഹാരാജ്യത്ത് പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നാട് വിട്ടു പോകുന്നത്. എനിക്കൊരു 5-6 വർഷത്തെ പ്രേമം ഉണ്ടായിരുന്നു, ആത്മാർത്ഥമായ പ്രേമം. അതും പൊട്ടി. ഇവൻ ഒറ്റൊരുത്തൻ കാരണം എനിക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല, എൻ്റെ ജോലിയും പോയി. ഞാൻ ജോലി കളഞ്ഞതാണ്. കാരണം ഇനി അവിടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇതിനെല്ലാം കാരണം ഈ ഒറ്റൊരുത്തനാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ എന്തോ എന്നെ കണ്ടതും കാണാത്തതും സത്യം എന്തോ കള്ളം എന്തോ എന്നറിയാതെ ഇവൻ്റെ തന്തയും തള്ളയും കൂടെ പിണങ്ങി കെട്ടി ദൂരെ അങ്ങ് പോയി. അത് അവന് വേണം. എന്നോട് ചെയ്തതിന് അവനെ ഞാൻ അനുഭവിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളെന്നല്ല ആര് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല കേട്ടോ. എന്തായാലും ഇവളിവിടുന്ന് പോകാനൊരു വഴിയില്ല. കാര്യം ചെയ്യും ചേട്ടൻ, നിങ്ങളിങ്ങനെ കാമായിട്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ചീറ്റപ്പുലിയെ പോലെ മുടിച്ചീറ്റ ശരിയാവോ? ട്രാക്കൊന്ന് മാറ്റി ചവിട്ടി നോക്കുക. അതൊക്കെ ചീറ്റി കൂടെ പഴയതുപോലെ വരത്തില്ല. അത് കൊച്ചേ, ഞങ്ങൾ ഇത്രയും നേരം മാന്യമായിട്ടാണ് നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, കാമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ആ മുഖം മാത്രമല്ല വേറെ മുഖമുണ്ട്. എൻ്റെ അനിയൻ്റെ കാര്യം ഞങ്ങൾക്ക് നോക്കിയേ പറ്റത്തുള്ളൂ. നാളെ നേരം വെളുക്കുമ്പോൾ മര്യാദയ്ക്ക് നിൻ്റെ സ്വർണവും സാധനങ്ങളും ബാക്കി എല്ലാം എടുത്തോണ്ട് ട്രെയിൻ കയറി ബാംഗ്ലൂർ പൊയ്ക്കോണം. കേട്ടല്ലോ? ഹലോ, ഇങ്ങനെ എന്തോടെ ഇത്?
ദീർഘശ്വാസമൊക്കെ ഇടുന്നു. അതെ ശത്രു ശത്രുവേ എടാ സത്യം പറയടാ, നീ ഞങ്ങളെ കൊല്ലം കൊണ്ടുവന്നാണോടാ? അവളോട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് അവൾ എണ്ണിച്ച് പോയി തോർത്ത് ചുറ്റി സൈഡിൽ പോയി നിന്നെ ശ്വാസം വലിച്ചോണ്ട്. നിന്നെ ഇറക്കുന്നില്ല. നീ എന്തൊക്കെ കളറാണ് പട്ടി അങ്ങോട്ട് പറഞ്ഞത്? പറയടാ, എന്തുവാടാ സത്യാവസ്ഥ? മര്യാദക്ക് പറഞ്ഞു, ഇല്ലെങ്കിൽ നീ ഇടിച്ച് നിന്നെ. നിങ്ങൾ തോട് ചൂടായോ? ചൂടായൊന്നുമില്ല. അവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ അവള് തോർത്ത് മുഖത്ത് ചുറ്റിയിട്ട് അവള് സൈഡിൽ പോയി ദീർഘശ്വാസം വിടുന്നു. എന്തോടാ കാര്യം? അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവിടുത്തെ ചൂടായി കഴിഞ്ഞാൽ അവൾ തോർത്ത് ചുറ്റി മൂലയ്ക്ക് പോയി നിൽക്കും. അവള് ശമ്മിണിയാ. ശമ്മിണി? ആ, ശമ്മിയുടെ പെങ്ങള്. എന്തൊക്കെ കള്ളത്തോടാ മുതുകാലം നീ അങ്ങോട്ട് പറഞ്ഞത്? നീ അല്ലേ പറഞ്ഞ നിന്നോട് ദിവ പ്രണയമായിരുന്നു, മാങ്ങാത്തൊലി ഒടുക്കത്തെ ടേസ്റ്റ്. എന്റെ ദൈവമേ. അടുത്തതിനെ വലിച്ചു കേട്ടി ആരാടാ അത്?